next topic ആണ് hydrostatic equilibrium. So അതിനൊരു derivation ആണ്. So അതിനു മുന്നേ നമുക്ക് അറിയണം എന്താണ് ഒരു hydrostatic equilibrium എന്ന്. So hydrostatic equilibrium എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇറ്റ് മേ ബി എ സോളിഡ് എന്താണെങ്കിലും അത് റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മളെപ്പോഴും പറയണത് നമ്മുടെ ഒരു ബോഡിക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ടാകും അതേപോലെ ഒരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ടാവും എന്നാണ്. സോ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സോളിഡിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സസ് മേ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതും അതേപോലെ അതിൻ്റെ ഇന്റേണൽ ഫോഴ്സസ് ലൈക്ക് പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഈക്വലായി അങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് എത്തുന്നതിനാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇൻ കേസ് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കോളം ഓഫ് ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കോളം ഓഫ് ലിക്വിഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക അതിന് ഈ കോളം ഓഫ് ലിക്വിഡിന് വിൽ ബി ഹാവിങ് ദ സെയിം പ്രഷർ അറ്റ് ദ എർത്ത് വിൽ ബി അതിൻ്റെ ഏതൊരു പാരലൽ സർഫസ് എടുത്താലും എർത്തിൽ അതേ പ്രഷർ തന്നെയായിരിക്കും. സോ നമ്മളിപ്പം എർത്തിൻ്റെ പാരലൽ സർഫസ് ആയിട്ട് ഞാൻ ഈ ഇസഡ് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇസഡ് എന്നുള്ള പോയിന്റിൽ എർത്തിലുള്ള സെയിം പ്രഷർ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഞാൻ എസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ സെയിം പ്രഷർ അറ്റ് ദ എർത്ത് സർഫസ് വിൽ ബി ഈക്വൽ ടു ദ എനി പാരലൽ സർഫസ്. അപ്പം ഞാൻ പറഞ്ഞു എർത്ത് സർഫസിലുള്ള അതേ പ്രഷർ ആയിരിക്കും അതിൻ്റെ പാരലൽ സർഫസിൽ ഉണ്ടാവുക. അപ്പം ഞാനത് ഇസഡ് എന്നുള്ള പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇസഡ് എന്നുള്ള പോയിന്റിൽ നിന്ന് ഏതൊരു ഹൈറ്റിലോട്ട് എടുത്താലും അവിടെ പ്രഷർ ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം പ്രഷർ ആവണം എന്നില്ല. ഓക്കെ, പിന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ എസ് ആയിട്ട് ചൂസ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ് ഇതിലൂടെ ഒരു പ്രഷർ അപ്ലൈ ആണ്, ആ പ്രഷർ പി ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡെൻസിറ്റി നമുക്കറിയാം റോ ആണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് എന്താ പറയുക കോളത്തിലോട്ട് ഞാനൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അവിടെ മെയിൻ ആയിട്ട് 3 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോഴ്സ് ആണ് പ്രഷർ ഫോഴ്സ്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ പി ആണ്. ഇറ്റ്സ് ആക്ച്വലി അപ്ലൈ ടു എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എസ്, അങ്ങനെയാണ് പി എസ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ പ്രഷർ. നമ്മൾ ഈ അപ്ലൈ ചെയ്ത പ്രഷറിലുള്ള ഫോഴ്സ് ഈ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പം നമ്മളിത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വി നോ ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഏരിയ അല്ലേ. അപ്പം അതിന് എഴുതിയേക്കുന്നത് പ്രഷർ പി പ്ലസ് ഡി പി ഒരു ചെറിയ ഹൈറ്റും കൂടെ അത് ഇൻറ്റു ഏരിയ നമ്മൾ പറഞ്ഞതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ് എസ് ആണ്. സോ എസ് അവിടെ കൊടുത്തു. ഇനി അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ജി റോ എന്ന് വെച്ചാൽ എന്താ പറയുക ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഡി സെഡ്. ഇവിടെ നമ്മൾ ചെറിയ ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതാണ് ഡി സെഡ്. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. പക്ഷേ ഈ പറയുന്ന ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രഷറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 റിസൾട്ടൻറ്റ് ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, 3 ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ടൻ്റ് 0 ആയിരിക്കും. അപ്പം നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിട്ടിയേക്കുന്ന പി എസ് അത് മേലിലോട്ടായതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പോസിറ്റീവ് സൈൻ ആയിരിക്കും. സോ നമുക്ക് പി എസ് എഴുതാം. അത് കഴിഞ്ഞാൽ അടുത്തത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ പ്രഷർ അത് താഴത്തോട്ടാണ്. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. സോ മൈനസ് പി പ്ലസ് ഡി പി ഇൻറ്റു എസ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴത്തോട്ടാണ്. സോ അതിനും ഒരു നെഗറ്റീവ് ഉണ്ടാവും. 0 എസ് ഇൻറ്റു ഡി സെഡ് ഓൾ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ആക്ച്വലി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ പി എസ് മൈനസ് പി ഇൻറ്റു എസ് ഈ മൈനസ് ഉണ്ടല്ലോ. സോ മൈനസ് ഡി പി എസ് മൈനസ് 0 എസ് ഇൻറ്റു ഡി സെഡ് ഇസ് ഈക്വൽ ടു 0. സോ ഈ പി എസും ക്യാൻസൽ ആയി പോകും. സോ ബാലൻസ് ഉള്ളതാണ് മൈനസ് ഡി പി എസ് മൈനസ് 0 എസ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് സ്ഥലത്തും എസ് കോമൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എസ് തന്നെ പുറത്തോട്ട് എടുക്കാം. സോ എങ്ങനെ വരും? മൈനസ് എടുക്കാം. സോ മൈനസ് എസ് ഇൻറ്റു ഡി പി പ്ലസ് 0 dz is equal to 0. This is the equation for
ഹൈഡ്രോസ്റ്റാറ്റിക് equilibrium. ഓക്കെ, ഇനി തീർന്നിട്ടില്ല. ഇനിയൊരു കാര്യമുണ്ട്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ് ഫ്ലൂയിഡ് റിയലും ഉണ്ട് ഐഡിയലും ഉണ്ടെന്നൊക്കെ അല്ലേ. അതിൽ നമുക്ക് ഫ്ലൂയിഡിൻ്റെ തന്നെ രണ്ട് പ്രോപ്പർട്ടീസാണ് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ. ഓക്കെ, കംപ്രസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഡെൻസിറ്റിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഡെൻസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇൻകംപ്രസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെൻസിറ്റീനെ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡെൻസിറ്റി കാൺ ബി ചേഞ്ച്ഡ്. ഓക്കെ, ഡെൻസിറ്റി നമുക്ക് വേരി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ലിക്വിഡ് കോളത്തിൽ ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കൺസിഡർ ദാറ്റ് ബി ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡെൻസിറ്റീനെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി അങ്ങനെ ചേഞ്ച് ചെയ്യുന്നില്ല, ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഒന്നും വരില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഇക്വേഷൻ നമ്പർ ഐ ഗിവ് ദിസ് ഇക്വേഷൻ ആസ് 1. ഓക്കെ, ഞാൻ ഈ ഇക്വേഷൻ നമ്പറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്, അത് ലൈക്ക് കാണിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് പി പ്ലസ് റോ ജി ഇസഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഇതിൽ നിന്ന് പി എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്തായിരിക്കും പി ഈസ് ഈക്വൽ ടു ഇതിന് ഇങ്ങോട്ട് എടുത്താൽ പോരെ, മൈനസ് റോ ജി ഇസഡ്. അപ്പം എനിക്ക് പ്രഷർ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്ത പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് ഈ ഇസഡ് എന്നുള്ള പോയിന്റിൽ, ഈ ഫിഗറിൽ ഇസഡ് എ, ഈ ഒരു ഹൈറ്റിൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രഷറിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ ഫൈൻഡിങ് ദ പ്രഷർ അറ്റ് ദ പോയിന്റ് ഇസഡ് എ. ഓക്കെ, ഇസഡ് എന്നുള്ള പോയിന്റിൽ ആ പ്രഷറിൻ്റെ ഹൈറ്റ്. സോ അത് വരുമ്പോഴേക്കും അങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി മാറി എന്ത് വരും, പി എ ആവും അല്ലേ. പി എ ഇസ് ഈക്വൽ ടു മൈനസ് റോ ഇൻറ്റു ജി ഇസഡ് എ. ഇസഡ് എയിലുള്ളതാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റോയിനെയും കൂടെ എടുത്ത് താഴത്തോട്ടെടുക്കാം. സോ പി എ ബൈ റോ ഇസ് ഈക്വൽ ടു മൈനസ് ജി ഇസഡ് എ, ഇതാണ് കിട്ടുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇസഡ് ബി എന്നുള്ള പോയിന്റിലുള്ളതും കണ്ടുപിടിക്കാം. ഇസഡ് ബി എവിടെയായിരുന്നു, ഇസഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ്. സോ ഇവിടെയുള്ള പോയിന്റിലുള്ള പ്രഷറും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ പ്രഷർ അറ്റ് പോയിന്റ് ഇസഡ് ബി അതെങ്ങനെയായിരിക്കും, പി ബി ഇസ് ഈക്വൽ ടു മൈനസ് റോ ജി ഇൻറ്റു ഇസഡ് ബി. സോ പി ബി ബൈ എന്താ വരാ, റോ ഇസ് ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു ഇസഡ് ബി. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ഈ പറയുന്ന ഈ രണ്ട് പോയിന്റ് ഇസഡ് എ എന്നുള്ള പോയിന്റിലെയും ഇസഡ് ബി എന്നുള്ള പോയിന്റിലെയും പ്രഷറിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, രണ്ട് പോയിന്റിലെ പ്രഷറിനെ ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഞാൻ ആ രണ്ട് പോയിന്റിനോട് കമ്പൈൻ ചെയ്യാണ്. സോ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരാം, പി ബി ബൈ റോ, ഞാൻ സെക്കൻഡ് പോയിന്റ് ആദ്യം എടുത്തേക്കുന്നത്, പി ബി ബൈ റോ മൈനസ് പി എ ബൈ റോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ട് പോയിന്റും കൂടെ ഞാൻ മൈനസ് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെ വരാം, പി ബി ബൈ റോ മൈനസ് പി എ ബൈ റോ മൈനസ് ജി ഇസഡ് ബി മൈനസ് ഓഫ് ജി ഇസഡ് എ അല്ലേ. അപ്പോൾ എങ്ങനെ വരും, പി ബി ബൈ റോ മൈനസ് പി എ ബൈ റോ ഇസ് ഈക്വൽ ടു മൈനസ് ജി ഇസഡ് ബി പ്ലസ് ജി ഇസഡ് എ. നമുക്ക് പ്ലസ് സൈൻ പുറത്തോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. സോ പി ബി ബൈ റോ മൈനസ് പി എ ബൈ റോ ഇസ് ഈക്വൽ ടു ജി ഇസഡ് എ മൈനസ് ജി ഇസഡ് ബി. കോമൺ ആയിട്ടുള്ള ജീനെ പുറത്തെടുക്കാം. അപ്പോൾ ജി ഇൻറ്റു ഇസഡ് എ മൈനസ് ഇസഡ് ബി. ഇക്വേഷൻ ഒന്ന് എഴുതുമ്പോഴേക്കും പി ബി ബൈ റോ മൈനസ് പി എ ബൈ റോ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഇസഡ് എ മൈനസ് ഇസഡ് ബി. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഫോർ ടു ഡിഫറെൻറ്റ് ഹൈറ്റ്. ഒരു ലിക്വിഡിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ഹൈറ്റ് നോക്കുമ്പം ഇസഡ് എ എന്നുള്ള ഹൈറ്റും ഇസഡ് ബി എന്നുള്ള ഹൈറ്റിലുള്ള ഡിഫറൻസ് ഇൻ പ്രഷർ.
ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഷർ ഹെഡിനെയാണ് ഈ പറയുന്ന ഇസഡ്, അല്ലെങ്കിൽ ഒരു ഹൈറ്റിനെ, അല്ല നമ്മൾ ഇത്ര നേരം ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ ഹൈറ്റിനെയാണ് നമ്മൾ ഇസഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹെഡ്, ആ ഒരു ഹൈറ്റിനെയാണ്. ഓക്കെ, ഹെഡ് പറയാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹൈറ്റ് എന്ന് പറയാവുന്ന പോലെ ഹൈറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഡിറൈവ് ചെയ്തതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/ρg ആണ്. നമ്മൾ കണ്ടുപിടിച്ച ആ സെയിം ഇക്വേഷനിൽ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഇസഡ് ഇസ് ഈക്വൽ ടു P/ρg അല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട്. So I hope this portion is clear for you. So if you like this video, please subscribe and share to your friends. Thank you.